അമ്മ ആ ബിസി ആയിരുന്നോ അമ്മ? അല്ല ബിസി ആണോന്ന് ചോദിച്ചാ ബിസിയാ. എന്താ കാര്യം? ഇല്ലമ്മ നമുക്കേ ആ അല്ല എനിക്ക് നമ്മുടെ പ്രോപ്പർട്ടീസിന്റെ ഒക്കെ കുറച്ച് ഡീറ്റെയിൽസ് വേണമായിരുന്നു. നിനക്കെന്തിനാ ഇപ്പൊ പ്രോപ്പർട്ടീസിന്റെ ഡീറ്റെയിൽസ്? അല്ല അമ്മ തെറ്റിദ്ധരിക്കണ്ട, വേറൊന്നും അല്ല. എന്റെ ഒരു ഫ്രണ്ട് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടേ. അപ്പൊ അവന് ഒരു ലാൻഡ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പ്രോപ്പർട്ടീസിനകത്ത് അങ്ങനെ ലാൻഡ് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് റെന്റിന് കൊടുക്കായിരുന്നു. നമുക്ക് നല്ല റെന്റ് കിട്ടും. എന്ത് ബിസിനസ്സാ ഫ്രണ്ട് തുടങ്ങുന്നത്? അതൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് അമ്മ. എന്ത് മാനുഫാക്ചറിങ്? അത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ ഒരു യൂണിറ്റ്. ഓ അത് ശരി. എങ്ങനെയുള്ള സ്ഥലമാ ഉദ്ദേശിക്കുന്നേ? അവരെന്റെ അടുത്ത് പറഞ്ഞത് ഈ ടൗൺ ലിമിറ്റ് വിട്ടിട്ടെ ഇച്ചിരി ഉള്ളിലോട്ടുള്ള സ്ഥലമാണെങ്കിൽ ഓക്കെ എന്നാ പറഞ്ഞത്. അങ്ങനെയാണല്ലോ ഈ മാനുഫാക്ചറിംഗ് യൂണിറ്റ്സ് ഒക്കെ പ്രവർത്തിച്ചു വരുന്നത്. ഈ വെള്ളായണി ഭാഗമൊക്കെ ഓക്കെ ആയിരിക്കുമോ? അത് ഓക്കെ ആയിരിക്കും അവർക്ക്. ആയിരിക്കും. മന്ത്ലി എത്ര കിട്ടും? അത് അമ്മ എത്ര വേണ്ടത് വെച്ചാൽ അവരോട് പറഞ്ഞാൽ മതി. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഫ്രണ്ടിനോട് സംസാരിച്ച് അതൊക്കെ ഓക്കെ ആണെങ്കിൽ എഗ്രിമെന്റിനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ അമ്മ. എന്തോന്ന് അക്കനെ അവിടെ ഉണ്ടോ? ഞാൻ പ്യൂണല്ല. തന്നെ? ഞാൻ കരുതി വാച്ചറായിരിക്കും. വാച്ചർ നിങ്ങളുടെ എന്നെ കൊണ്ടൊന്നും പറയരുത് കേട്ടോ. കാശ് കൊണ്ടുപോകാൻ വന്നതായിരിക്കും. കാശാ? എന്തൊരു കാശ്? എനിക്കെല്ലാം അറിയാം. എന്തിനറിയാം? എനിക്കെല്ലാം അറിയാം. ഞങ്ങൾക്കിതെന്തോന്ന്? വീട് മാറിയിട്ട് ഈ പണി ഒഴിഞ്ഞോട്ടും തീർന്നില്ലേ? സുഹാസിനിയൊക്കെ ആ ഇത് ആരിത്? കൊച്ചമ്മണിയോ? വാ 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 വാ. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് പറഞ്ഞോണ്ടിരിക്കണേന്ന്? ഇല്ലില്ല, ഞങ്ങള് സംസാരിക്കേണ്ട സംസാരമൊക്കെ കഴിഞ്ഞു. ചെറിയൊരു ഡിസ്കഷൻ. ബിസിനസ്? വാ വാ ഇരിക്കേ. ഒന്നും വേണ്ട, ഞാനിവിടെ നിൽക്കാം. എന്നൊരു കാര്യം ചെയ്യാം അമ്മ. അമ്മ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ നോക്കിയിട്ട് അമ്മ അടുത്ത് പറയാം. നിങ്ങൾ സംസാരിക്കും. ശരി അമ്മ. എന്താ കൊച്ചമ്മണി? ഒന്നുമില്ല, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ, അതിനെന്തുവാ? അല്ല, ഞാൻ പറഞ്ഞിരുന്നില്ലേ മറ്റേ അനാഥാലയത്തിലെ കാര്യം പറഞ്ഞിരുന്നില്ലേ? രാവിലെ നമ്മൾ ഫോണിൽ സംസാരിച്ചത്. അതെന്താന്ന് വെച്ചാ പെണ്ണ് അവിടെയാണ് തയ്യലൊക്കെ പഠിക്കാൻ പോയതേ. എന്റെ കൊച്ചമ്മണി, ഇതൊക്കെ എന്തിനാ ഈ പറയുന്നത്? നല്ല കാര്യമല്ലേ കുറച്ച് അനാഥ പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറയുന്നത്. കാശെല്ലാം ഞാൻ തരാം. കൊച്ചമ്മണി എന്താന്ന് വെച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഏർപ്പാട്. അത് അവര് ഡേറ്റ് ഒക്കെ അവര് നോക്കി വെച്ചിട്ട് തീരുമാനിച്ചോണ്ടിരിക്കുന്നു. ആ ശരി. പിന്നെ കൊച്ചമ്മണി പറഞ്ഞായിരുന്നല്ലേ രാവിലെ അവിടെ കുറച്ച് അമ്മമാരുണ്ടെന്ന്. അയ്യോ, അവർ കൊടുക്കാനേ എന്റെ കുറച്ച് സാരികളും കൂടെ ഞാൻ തന്നു വിടാം. അയ്യോ, അക്കന്റെ സാരിയാ? അയ്യോ, അതൊന്നും വേണ്ട, അത്രയും വിലയുള്ളതൊന്നും അവിടെ കൊടുക്കണ്ട. എന്റെ പൊന്നു കൊച്ചമ്മണി, എന്തിനാ ഇതെല്ലാം കൂടി അലമാരിയിൽ ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ചിരിക്കുന്നത്? എടുത്തോണ്ട് കൊടുക്കുക. ദൈവമേ, അവർക്കെങ്കിലും ഒരു സന്തോഷമാവട്ടെ. അയ്യോ, അത് നിങ്ങൾക്ക് ഭയങ്കര സന്തോഷം. അതാ ഞാൻ പറയുന്നത്. അതൊക്കെയല്ലേ നല്ല കാര്യം എന്ന് പറഞ്ഞത്. ഞാൻ എടുത്തു തരാം, നിക്ക്. നിങ്ങളാരാ? അത് കൊള്ളാം, നമ്മളെ വീട്ടിൽ വന്നിട്ട് നമ്മളായിരുന്നാ? നിങ്ങളായിരുന്ന ആദ്യം പറ. എടോ, ഈ സഞ്ചിയിൽ എന്താടോ? സഞ്ചിയിൽ പലതും കാണും. അതൊക്കെ നിങ്ങൾ പറയേണ്ട കാര്യം. നിങ്ങൾ എന്തോന്ന്? നിങ്ങൾ ആര്? വി ആർ ഫ്രം ഇൻകം ടാക്സ്. അത് പറ. ടാക്സിയുടെ ആൾക്കാരാണല്ലേ? ഇവിടെ ടാക്സിയൊക്കെ ആവശ്യം പോലെ ഉണ്ട്. നിങ്ങളെ ടാക്സി ആവശ്യമില്ല. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സഹായം ചെയ്യാം. ഗാനമേളയ്ക്ക് ഓട്ടം പോകും. ഇവിടെ വേറെയുള്ള മറ്റാരും ഇല്ലടോ. എന്നെ കണ്ടിട്ട് പേരുള്ളവനായിട്ട് തോന്നിയില്ല? അല്പം കുറവുള്ളവനായിട്ടാ തോന്നുന്നത്. എനിക്കും തോന്നി കുറവുള്ളവനാണെന്ന്. കേട്ടാ, വെറുതെ വീട്ടിൽ കാണും. പാ നോക്ക്. സാർ, ലക്ഷ്മി കുഞ്ഞിന്റെ ഫ്രണ്ട്സ് ആയിരുന്നല്ലേ? ഒരു വാക്ക് പറയണ്ടേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. അകത്ത് നിന്ന് തണുത്ത സംഭാരം എടുത്തോണ്ടരാം. നടക്കട്ടെ. സോറി കേട്ടാ. സാർ, നിങ്ങളെ ഇൻഫോം ചെയ്തത് ഞാനാണ്. ഓക്കെ, ഇങ്ങനൊരു ഇൻഫർമേഷൻ തരാനുള്ള മോട്ടീവ്? മോട്ടീവ് ദേശസ്നേഹം, തികച്ചും ദേശസ്നേഹം. എന്റെ രാജ്യത്തിന് ദ്രോഹം വരുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടുവെക്കില്ല. പിന്നെ അകത്തൂന്നൊരു സ്ത്രീ ഒരു ബാഗ് നിറയെ കള്ളപ്പണമായിട്ട് ഇറങ്ങി വരും. അലർട്ടായിട്ട് നിന്ന് കൈയോടെ പിടികൂടാം. ഓക്കെ, ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ എം ഓൾസോ. താങ്ക് യു. പിന്നെ ഞാനാണ് ഇൻഫോർമേഷൻ തന്നെന്ന് ആരോട് പറയരുത്. നോ നോ നോ. സാർ, ആരാ? എന്താ? വി ആർ ഫ്രം ഇൻകം ടാക്സ്.
എന്താ പ്രശ്നം? നിങ്ങൾ ഇവിടുന്ന് പണം കടത്തുന്നു ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വന്നതാ. പ്ലീസ് കോർപ്പറേറ്റ് മീ. സെർച്ച് ചെയ്യണം. നീ എന്തിനാടാ ഇങ്ങനെ കിടന്നോണ്ട് പേടിക്കുന്നത്? അവർക്ക് എന്തോ നോക്കണ്ടെന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുവോ നോക്കുവോ എന്തോന്ന് വെച്ചാൽ ചെയ്തോട്ടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.